തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു വിവാദവും താഴെത്തട്ടിൽ വോട്ടായി മാറാൻ പോകുന്നില്ല. അങ്ങനെയല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നേടുക. ഇപ്പോൾ തിരുവനന്തപുരം തന്നെ എടുക്കൂ. തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM ചിത്രത്തിലില്ല. 102 ലോക്സഭാ വാർഡുകളിൽ CPM ചിത്രത്തിലേ ഇല്ല. അത് കഴിഞ്ഞ് തദ്ദേശം വരുമ്പോൾ കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല. നിയമസഭ വരുന്നു, BJP ഉണ്ട്, പക്ഷേ ഫൈറ്റ് കോൺഗ്രസും CPMഉം തമ്മിലാണ്. കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ തെരഞ്ഞെടുപ്പും ഓരോ രീതിയിലാണ് പ്രതിഫലിക്കുക. അതിൽ തദ്ദേശം എല്ലാ കാലത്തും ഇടതുമുന്നണിക്കാണ് മേൽക്കൈ കൊടുത്തിട്ടുള്ളതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം 2015 എന്താണ് സംഭവിച്ചത്? 2015 ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് 50% സീറ്റ് എന്ന സംവരണം ഒരു സംവിധാനം വരുന്നത്. അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ CPMന് കരുതുമെന്നാണ് കരുതിയത്. പക്ഷേ ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ഒരുപാട് മേൽക്കൈ ഉണ്ടാക്കിയെന്നാണ് അന്ന് പല വിശകലനങ്ങളും വന്നു. അതിന് കണക്കുകളുമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. തദ്ദേശ തലത്തിൽ ലോക്കൽ ലെവലിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഇഷ്യൂസ് മാത്രമാണ്. ഒരുപക്ഷെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരിക്കും. പക്ഷേ കേരളത്തിലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഒരു കാരണവശാലും ഈ വിവാദങ്ങളൊന്നും നിഴലിക്കാൻ പോകുന്നില്ല.